നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലീഗിന് മൂന്നാം സീറ്റ് കൊടുത്തില്ല, ലീഗിനെ UDF തഴയുന്നു എന്നും പറഞ്ഞ് CPM നേതാക്കളുടെ കരച്ചിലായിരുന്നു, വാവിട്ട് നിലവിളിയായിരുന്നു. എന്നാൽ കൂട്ടത്തിൽ തന്നെ അടിപൊട്ടിയിട്ടും നേതാക്കൾ മൗനത്തിലാണ്. NCP ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ ഒരു വഴിക്കൂടെ CPM-നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NCP ഔദ്യോഗിക വിഭാഗം കേരളത്തിൽ 10 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. LDF-ലെ അവഗണന ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ആറ്റിങ്ങൽ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, ചാലക്കുടി, തൃശൂർ, പാലക്കാട്, പൊന്നാനി, കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് NCP മത്സരിക്കുക. തുടർച്ചയായി LDF യോഗങ്ങളിൽ വിളിക്കുന്നില്ല. മന്ത്രി AK ശശീന്ദ്രനെ പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പങ്കെടുപ്പിച്ചില്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് NCP-യുടെ തീരുമാനം. അതേസമയം ദേശീയ തലത്തിൽ BJP-യുമായി സഹകരിക്കുന്നത് സംസ്ഥാനത്ത് LDF-നൊപ്പം നിൽക്കുന്നതിന് തടസ്സമല്ലെന്ന് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. ചിഹ്നവും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും ഉള്ളത് തങ്ങളുടെ വിഭാഗത്തിനാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അങ്ങനെ ഒരു എതിർ ശബ്ദം ഘടകകക്ഷിയിൽ നിന്ന് ഉയർന്നതോടെ MV ഗോവിന്ദൻ കിളിപോയി നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പണി മേടിച്ചു കൂട്ടുമോ എന്നതാണ് പാർട്ടിക്ക് ഭയം. ഇത്രയും വലിയ അടിപൊട്ടി നിൽക്കുമ്പോഴും CPM നേതാക്കളുടെ കരച്ചിൽ ലീഗിന്റെ കാര്യത്തിലാണ്. ലീഗിനെ തഴയുന്നുവെന്ന് കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജൻ അലമുറയിട്ട് കരഞ്ഞിരുന്നു. ആദ്യം അവനവന്റെ പ്രശ്നമല്ലേ പരിഹരിക്കേണ്ടത് ചിറ്റപ്പ എന്ന് ട്രോളും വന്നിരുന്നു. ഒരു വഴിക്കൂടെ ലീഗിനെ ഒന്ന് നൈസായി ഇടതിലെത്തിക്കാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ലീഗ് കണ്ട ഭാവം പോലും നടിച്ചില്ല. ലീഗും കൂടി പോന്നാൽ ഭരണ തുടർച്ച ഉറപ്പാണ്. അതിനാണ് നേതാക്കളെല്ലാം മാറി മാറി വെള്ളം കോരിയത്. എന്നിട്ടും നിരാശയായിരുന്നു ഫലം. NCP പണി വെച്ചതോടെ ഇനി ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് തലപുകച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. പിണറായിക്ക് ഇതിലൊന്നും പരിഹാരം കണ്ടെത്താൻ സമയമില്ല. മൂപ്പര് മകളുടെ കേസ് ഒതുക്കാനുള്ള ഓട്ടത്തിലാണ്. കൂട്ടയടി ഉണ്ടാകുമോ എന്ന ഭയം ഗോവിന്ദനെ വിറളി പിടിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിൽ NCP-യിൽ നിന്ന് പിളർന്നുപോയ അജിത് പവാർ പക്ഷം BJP, ശിവസേന, ഏകനാഥ് ഷിൻഡെ സഖ്യത്തിൽ മന്ത്രിസഭയിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ ഔദ്യോഗിക വിഭാഗമായി അംഗീകരിച്ചത് അജിത് പവാറിന്റെ NCP-യെയാണ്. ഇവർക്കാണ് ഔദ്യോഗിക ചിഹ്നവും അനുവദിച്ചിട്ടുള്ളത്. NCP സ്ഥാപകൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് NCP ശരത് ചന്ദ്ര പവാർ എന്ന പേരായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത്. കേരളത്തിൽ PC ചാക്കോ അധ്യക്ഷനായ NCP ശരത് പവാറിനൊപ്പമാണ്. കുഴൽ വിളിക്കുന്ന മനുഷ്യൻ ചിഹ്നവും ശരത് പവാർ പക്ഷത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ NCP പല ഭാഗത്തായി ചിന്നിച്ചിതറി കിടക്കുകയാണ്. കേരളത്തിലെ CPM നേതാക്കന്മാർ ലീഗിന് പിന്നാലെ നടന്ന് സമയം കളയാതെ NCP-യെ അന്വയിപ്പിക്കാൻ നോക്കുന്നതാണ് ഇനി നല്ലത്. NCP-യിലെ ഒരു വിഭാഗത്തിന് AK ശശീന്ദ്രനെ കണ്ടുകൂടാ. ശശീന്ദ്രനെ പിൻവലിക്കണമെന്ന് ഒരു കൂട്ടർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഈ പ്രശ്നത്തിന് മുഖം കൊടുത്തിട്ടേയില്ല പിണറായി. രസം അതല്ല, കേന്ദ്രത്തിൽ NCP അജിത് പവാർ പക്ഷം BJP-ക്കൊപ്പം, കേന്ദ്രത്തിൽ NCP ശരത് പവാർ പക്ഷം കോൺഗ്രസിനോട് ചായുന്നു. കേരളത്തിൽ NCP പിണറായിയുടെ കക്ഷത്തിലും. ഇവരെല്ലാം കൂടി എങ്ങനെ ഒത്തുപോകുമോ എന്നതാണ് അതിലും വലിയ കോമഡി. ഏതെങ്കിലും വിഷയത്തിൽ നിലപാടെടുക്കണമെങ്കിൽ തൃശങ്കുവിലാണ്. കേന്ദ്രത്തിലുള്ളവരെയും വെറുപ്പിക്കാതെ കേരളത്തിലുള്ളവരെയും ചൊടിപ്പിക്കാതെ പ്രസ്താവന നടത്തണം. 10 വോട്ടിന് ആരുടെയും കൂട്ടുപിടിക്കുമ്പോൾ പിന്നാലെ വരുന്ന പൊല്ലാപ്പും കൂടി നോക്കണ്ടേ? അതിൻ്റെ കൂടെയാണ് ഇനിയിപ്പോൾ ലീഗിനെ കൂടി തലയിലെടുത്ത് വെക്കാൻ CPM ഇങ്ങനെ വാതിൽ മലർക്ക തുറന്നിട്ടിരിക്കുന്നത്. പക്ഷേ ലീഗ് ആ വാതിൽ അവരായിട്ട് തന്നെ അടച്ചിട്ടുണ്ട്. അങ്ങനെ പിണറായിയുടെ സ്വപ്നമൊന്നും പൂവണിയാൻ പോകുന്നില്ല. വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചോ എന്ന് ലീഗായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.